ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1576 ദിവസമായി ഇന്ന് 2025 സെപ്റ്റംബർ മാസം 7 തീയതി ഞായറാഴ്ച. 1201 ആണ്ട് ചിങ്ങമാസം 22 തീയതി. ഇന്ന് 171 ശ്രീനാരായണ ഗുരുദേവ തിരുജയന്തി. ഏവർക്കും ചതയദിന ആശംസകളോടെ ഗുരുവചനങ്ങളിലേക്ക്. നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ചെണ്ടമേളവും നിഗൂഢവചസ്സും എന്ന് വിവരിക്കുന്നതിൻ്റെ 22 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ചരിത്രാതീത കാലത്തെ ആധുനിക ജീവിതവുമായി എത്തിപ്പിടിച്ച് കൂട്ടിയിണക്കാനുള്ള ശ്രമം വെറും കഥയില്ലായ്മയായി തോന്നിയേക്കാം. എന്നാലും ഒരേ സൂര്യൻ തന്നെയാണല്ലോ അന്നും ഇന്നും ആകാശത്ത് നിന്നുകൊണ്ട് പ്രകാശിക്കുന്നത്. ഒരേ മുലപ്പാൽ തന്നെയാണല്ലോ ധാരമുറിയാതെ തലമുറ തലമുറയായി അമ്മമാരിൽ നിന്നും ഉറന്നു വരുന്നത്. ഇതൊക്കെ പൗരാണികരായ പൂർവികരുമായി നമ്മെ ഭൗതികമായ അർത്ഥത്തിൽ തന്നെ കൂട്ടിയിണക്കുന്നവയാണ്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഭാഷാപരമായ വ്യതിയാനങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരേ ജ്ഞാനവചസ് ധാരമുറിയാതെ തുടരുന്നതിനുള്ള സാധ്യത ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് പോലെ വെറും അർത്ഥശൂന്യമല്ലെന്ന് കാണാം. പ്രതീകാത്മകമായൊരു ഭാഷയിലൂടെ, എന്നാൽ തികച്ചും മനുഷ്യോചിതമായൊരു ആധ്യാത്മിക ഭാഷയിലൂടെ നമുക്ക് കൈവന്നിട്ടുള്ള ജ്ഞാനരഹസ്യ നിത്യതയെ എളുപ്പത്തിൽ ചോദ്യം ചെയ്യാനാവുകയില്ല എന്നർത്ഥം. വസ്തുനിഷ്ഠമായ ശാസ്ത്രങ്ങൾ കൊണ്ട് പരിഹരിക്കാനാവുകയില്ലെന്ന് തെളിഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളും മനുഷ്യന് ഇന്നുണ്ട്. അങ്ങനെ പരിഹാരം കാണാനാവാത്ത ഈ പ്രശ്നങ്ങളായി അവശേഷിക്കുന്നത് വസ്തുനിഷ്ഠത എന്നതിനോടുള്ള പക്ഷപാതപരമായ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ഈ മുൻവിധി മാറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുതിയ ഉത്തരങ്ങൾ തെളിഞ്ഞു വരും. അപ്പോൾ അന്നും ഇന്നും എന്നും ഒന്ന് എന്നും മറ്റുമുള്ള ചൊല്ലുകൾ ഏതോ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസ പ്രമാണമെന്ന് തോന്നുന്നതിന് പകരം പ്രത്യക്ഷാനുഭവ നിരപേക്ഷമായ ധ്യാനാത്മക ചിന്തയാൽ കൈവന്ന സുനിശ്ചിതമായ സത്യപ്രസ്താവമാണെന്ന് ബോധ്യമാകും. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.